ഓക്കെ, അപ്പോൾ നമ്മുടെ ആൽജിബ്രയുടെ ലാസ്റ്റത്തെ ക്ലാസ്സാണിത്. പ്രോഗ്രഷൻസ് ആണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രഷൻസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം സീക്വൻസ് ഓഫ് നമ്പർ എന്താണെന്ന് പറയാം. അതായത് ഒരു സീക്വൻസ് ഓഫ് നമ്പർ, ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും, ഒരു കൂട്ടം നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ സീക്വൻസ് ഓഫ് നമ്പർ എന്ന് പറയാം അല്ലേ. ഇപ്പോൾ 1 2 3 4 5 ഇതൊരു സീക്വൻസ് ഓഫ് നമ്പറാണ്. 10 11 12 13 15 ഇതൊക്കെ ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ഇതിനാണ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രോഗ്രഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പറിനെ സബ്ട്രാക്റ്റ് ചെയ്തു പോകുകയോ ഒരു നമ്പറിനെ ആഡ് ചെയ്തു പോകുകയോ ചെയ്യും. അതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഫോർ എക്സാമ്പിൾ, ഇങ്ങനൊരു സീക്വൻസ് 2 4 6 8 10 12 14 ഇതൊരു സീക്വൻസ് ആണ്. ഇതിനെനിക്കൊരു പ്രോഗ്രഷൻ ആണെന്ന് പറയാം. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, കാരണം ഇതിലെ ഓരോ ടേംസും അതിനൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. ആദ്യത്തെ ടേം കഴിഞ്ഞ് 2 ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് അടുത്ത ടേം കിട്ടുന്നത്. അത് +2 ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേം, അങ്ങനെ +2 ചെയ്തിട്ടാണ് എനിക്ക് ഇത് കിട്ടുന്നത്. സോ ഇറ്റ് ഇസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ നമ്മൾ a + d a+2d a+3d ഇങ്ങനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഓരോ ടേംസിനെയും നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ a എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ടേമാണ്, d എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്, d എന്ന് പറയുന്നത് ഡിഫറൻസ്, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേം മൈനസ് അതിന് മുന്നത്തെ ടേം ചെയ്താൽ നമുക്ക് ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ടേമും മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? 2. അപ്പോൾ ഇവിടുത്തെ ടേമിൽ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേം a, സെക്കൻഡ് ടേം a+d, അതായത് 2 + 2 വിച്ച് ഈസ് 4. അടുത്ത ടേം a + 2 × d, അതായത് 2 + 2 × 2 വിച്ച് ഈസ് 2 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അടുത്ത ടേം a + 2 + 3 × 2 ദാറ്റ് ഈസ് 2 + 6 = 8. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് nth ടേം കാണാനുള്ള ഫോർമുലയാണ്. അതായത് ഇപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേമാണ് 2, സെക്കൻഡ് ടേം 4, അടുത്തത് 6 8 10 12. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ 5th ടേം എന്താണെന്ന് കാണാൻ പറഞ്ഞാൽ ഇവിടെ 5th ടേം 10 ആണ്. അപ്പോൾ അങ്ങനെ 5th ടേമിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇത്, Tn = a + n - 1 × d. ഓക്കെ, അതുപോലെ d നമ്മുടെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് Tn - Tn - 1. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലയും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ബാക്കിയുള്ള പോയിൻറ്റ്സ് ഇപ്പോൾ തൽക്കാലം നോക്കണ്ട, നമുക്കിത് മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേം a, ലാസ്റ്റ് ടേമിന് നമ്മൾ l എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും, ഡിഫറൻസിനെ നമ്മൾ d എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യും. ഇതാണ് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇതാണ് d കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ നോക്കിക്കോളാം. അതായത് നമുക്ക് ലാസ്റ്റ് ടേം അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് l - n - 1 × d. അതായത് ഫസ്റ്റ് ടേം അറിയുന്നുണ്ടെങ്കിൽ Tn കണ്ടുപിടിക്കാനുള്ള ഫോർമുല a + n - 1 × d ആണ്. ലാസ്റ്റ് ടേമാണ് തന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ നിന്നും nth ടേമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിനുള്ള ഫോർമുലയാണ് l - n - 1 × d. സോ നിങ്ങൾക്ക് നോക്കി വെക്കുക ഈ ഫോർമുലാസൊക്കെ. മെയിനായിട്ട് ഇത് രണ്ടും അപ്ലൈ ചെയ്യാനേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ 3 ടേംസ് ഇൻ എ പി തന്നിട്ടുണ്ടാവില്ല, ലൈക്ക് 3 ടേംസ് ഇൻ എൻ എ പി, അതിൻ്റെ പ്രൊഡക്റ്റ് = 10 ആൻഡ് അതിൻ്റെ സം = 15, ഫൈൻഡ് ദ 3 ടേംസ് എന്ന് വേണ്ടി വരും. അല്ലെങ്കിൽ 4 ടേംസ് ഇൻ എൻ എ പി ഹാസ് പ്രൊഡക്റ്റ് 20 ആൻഡ് ദെയർ സം ഈസ് 25, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ആ 4 ടേംസ് കണ്ടുപിടിക്കാൻ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 3 ടേംസ് ആണെന്നുണ്ടെങ്കിൽ 3 ടേംസ് അസ്യൂം ചെയ്യണം. അപ്പോൾ അസ്യൂം ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം a + d, രണ്ടാമത്തെ ടേം a, മൂന്നാമത്തെ ടേം a + d, ഇങ്ങനെ തന്നെ അസ്യൂം ചെയ്യണം. ഈ 4 ടേംസ് ആവുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം അസ്യൂം ചെയ്യാൻ. ഫസ്റ്റ് ടേം a - 3d, അടുത്തത് a - d, അടുത്തത് a + d, അടുത്തത് a + 3d. അതുപോലെ 5 ടേംസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
പിന്നെ ഇവിടെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു എ പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കെ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആഡ് ചെയ്താലും, അതിൽ എല്ലാ ടേംസിലും കെ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആഡ് ചെയ്താലും, സബ്ട്രാക്റ്റ് ചെയ്താലും, മൾട്ടിപ്ലൈ ചെയ്താലും, ഡിവിഷൻ ചെയ്താലും സ്റ്റിൽ ഇറ്റ് വിൽ ബി ഇൻ ആൻ എ പി. അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അതുപോലെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ എ ക്യാപിറ്റൽ എ ബി ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഇതിൻ്റെ മിഡിൽ ടേം ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. അതുപോലെ എ കോമ A1 കോമ A2 കോമ എക്സെട്ര AN കോമ ബി ഇങ്ങനൊരു എന്താണ് പ്രോഗ്രഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെയും ടേം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ടേംസും അതിൻ്റെ സീക്വൻസ് നമ്മുടെ അരിത്തമെറ്റിക് മീൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ മെയിനായിട്ട് ഇവിടെ വരുന്ന അടുത്തൊരു ഫോർമുലയാണ് സം ഓഫ് n ടേംസ്. അതിൻ്റെ ഫോർമുലയാണ് SN ഈക്വൽ ടു n/2 × 2a + n-1 × d. അതുപോലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമ്മ് കാണാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് SN ഈക്വൽ ടു n/2 × a + l. പിന്നെ സപ്പോസ് നോക്കുക 3, 4, 6, 8, 9 I mean 10. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം ഓഫ് 3 ടേംസ് എത്രയാണ്? 6 + 4 + 2. സം ഓഫ് 3 ടേംസ് ഈക്വൽ ടു 6 + 4 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 12. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് എത്രയാണ്? 2 + 4 വിച്ച് ഈസ് 6. ഇനി S3 - S2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 12 - 6 = 6. അതായത് ടേം 3 ആണ് കിട്ടുന്നത് അല്ലേ? അതായത് S3 - S2 ചെയ്തപ്പോൾ എനിക്ക് ടേം 3 കിട്ടി. വിച്ച് മീൻസ് SN - SN-1 ചെയ്താൽ നിങ്ങൾക്ക് TN കിട്ടും. അതാണ് കേട്ടോ മൂന്നാമത്തെ ഫോർമുല. ഒന്ന് നോക്കി വയ്ക്കുക. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 15th ടേം ഓഫ് ദി AP കാണണം. അപ്പോൾ നമുക്കെന്താ 15th ടേം കാണാനുള്ള ഫോർമുലയാണ് A + n-1 × d. ഇവിടെ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 3 ആണ്. അപ്പോൾ 3 + n-1 15th ടേം അല്ലേ കാണണ്ടേ? അപ്പോൾ 15 - 1 14. D എന്താണ്? സെക്കൻഡ് ടേം മൈനസ് തേർഡ് ടേം ചെയ്ത് നോക്കുക. 7 - 3 = 4. അപ്പോൾ 4 ആണ്. അപ്പോൾ നമ്മുടെ T15 എന്ന് പറയുന്നത് 3 + 14 × 4 ദാറ്റ് ഈസ് 56. ദാറ്റ് ഈസ് ഈക്വൽ ടു 59. ഓക്കെ, അടുത്തത് 5th ടേം ഓഫ് ആൻ AP 22 ആണ്. അതായത് A + 4d. അതായത് 5th ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? A + 5 - 1 × d എന്നല്ലേ എഴുതുക? അതായത് 5 - 1 എന്ന് വെച്ചാൽ എന്താ? 4 എന്നല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ A + 4d = 22 വന്നിട്ടുണ്ട്. അടുത്തത് 10th ടേം 37 ആണല്ലേ? അതായത് A + 9d = 37. ഇതിൽ നിന്നും എയും ഡിയും കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് എടുക്കുക. ഒന്ന് A + 4d = 22. അടുത്തത് A + 9d = 37. എന്നിട്ട് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്നും എൻ്റെയും ഡീൻ്റെയും വാല്യൂ കാണുക. അപ്പോൾ ഞാൻ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ സബ്ട്രാക്ട് ചെയ്യും. ഇത് മൈനസ്, ഇത് മൈനസ്, ഇത് മൈനസ് അല്ലേ? ഒരു ഇക്വേഷന് അടുത്ത ഇക്വേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും സബ്ട്രാക്റ്റോ ആഡോ ചെയ്തിട്ട് അടുത്ത ടേംസിനെ എലിമിനേറ്റ് ചെയ്യുക. അതാണ് എലിമിനേഷൻ മെത്തേഡ്. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ A - A എന്ന് പറയുന്നത് 0 വരും. 4d - 9d എന്ന് പറയുന്നത് 5d -5d വരും. അടുത്തത് 22 - 37 എന്ന് പറയുന്നത് -15 എന്ന് വരും. സോ d = -15 / -5 വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ d കിട്ടി. ഈ ഡീനെ ഞാൻ ഈ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് A കിട്ടും. അതായത് A + 4 × 3 = 22. ഇത് A = 22 മൈനസ് ഇത് 12 അല്ലേ? 22 - 12 വന്നാൽ 10. സോ A 10 കിട്ടി, D 3 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ടേംസ് ഓഫ് AP 5, 9, 13 മസ്റ്റ് ബി ടേക്കൺ ടു ഗെറ്റ് എ സം ഓഫ് 280? അതായത് SN = 280 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ N എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ SNൻ്റെ ഫോർമുല എന്തായിരുന്നു? n/2 × 2a + n-1 × d എന്നാണ്. അതായത് 280 = n/2 × 2a. A എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? 5. ഇപ്പോൾ 2 × 5 എന്ന് വെച്ചാൽ 10 + n-1 × d. d എത്രയാണ്? 9 - 5 4 ആണ്. സോ 280 = ഈ 2ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ 5 വന്നു. ഈ 4ഉം ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ 2 വന്നു. സോ n × 5 +
n minus 1 into 2, that is equal to 5n, n into 5 5n plus ഇതെന്താവും 2n minus 2 എന്നായിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം. ഇത് ഉള്ളിലേക്ക് n എടുക്കുന്നതിന് മുന്നേ ഈ 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2നെ 5 പ്ലസ് ഈ 2 ഇൻറ്റു n 2n മൈനസ് 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 5 മൈനസ് 2 എന്താ 3 അല്ലേ. സോ അത് എഴുതാൻ പോണ് n ഇൻറ്റു 3 പ്ലസ് 2n ഈക്വൽ ടു 280. ദറ്റ് ഈസ് 280 ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2n സ്ക്വയർ. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എനിക്ക് സോൾവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ എന്നിൻ്റെ വാല്യൂസ് കാണണം. സോ എന്താ നമുക്ക് കിട്ടിയിരുന്നത് 2n സ്ക്വയർ മൈനസ് പ്ലസ് 3n മൈനസ് 280 ഈക്വൽ ടു 0. ഞാൻ 280നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു, റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതിനെ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac അത് വെച്ച് ചെയ്യാം. അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 3 ഇൻറ്റു സ്ക്വയർ 9 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 280 ബൈ 2a. ഇവിടെ എ എന്താ 2 ആണ്. ഇപ്പോൾ 2 ഇൻറ്റു 2 4. ഓക്കെ അപ്പോൾ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് ചെയ്ത് വരുമ്പോൾ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. സോ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കുമ്പോൾ എന്നിന് 2 വാല്യൂസ് വരും. അപ്പോൾ അതിൽ പോസിറ്റീവ് വാല്യൂസ് ഏതാണോ അതെടുക്കുക. കാരണം നമ്പർ ഓഫ് ടേംസ് പറയുമ്പോൾ പോസിറ്റീവ് ആവണമല്ലോ. ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദ സം ഓഫ് 3 നമ്പേഴ്സ് ഈസ് 27. ഈ ക്വസ്റ്റ്യനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നിങ്ങൾക്കൊരു എ പിൻ്റെ 3 ടേംസിൻ്റെ പ്രൊഡക്റ്റും 3 ടേംസിൻ്റെ സമ്മും തന്നിട്ട് ആ 3 ടേംസ് ഏതാണ് അല്ലെങ്കിൽ ആ എ പി എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ടേംസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. 3 ടേംസാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം ടേംസ് എടുക്കാൻ. ആദ്യത്തെ ടേം എ മൈനസ് ഡി, രണ്ടാമത്തെ ടേം എ, മൂന്നാമത്തെ ടേം എ പ്ലസ് ഡി. ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞത്, സമ്മ് 27 ആണെന്നല്ലേ. അതായത് എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി, ഇതിൻ്റെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഈ 3 ടേമും സമ്മ് ചെയ്യുമ്പോൾ 27 കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇത് സമ്മ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, എ പ്ലസ് എ എന്ന് വെച്ചാൽ 3a മൈനസ് ഡി പ്ലസ് ഡി 0 ആയി. സോ 3a ഈക്വൽ ടു 27 കിട്ടും. സോ എ ഈക്വൽ ടു 27 ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഓക്കെ എ 9 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്ലൂ എടുക്കുക. പ്രൊഡക്റ്റ് 504 ആണെന്നല്ലേ. ഇത് എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി ഈക്വൽ ടു 504. എ ഇപ്പോൾ എത്രയാണ് കണ്ടേ, 9 ആണെന്നല്ലേ കണ്ടേ. അതായത് 9 മൈനസ് ഡി ഇൻറ്റു 9 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 504. എന്താ ഈ എ ഇങ്ങോട്ട് പോയാൽ ഡിനോമിനേറ്ററിൽ പോകും അല്ലേ. അപ്പോൾ 504 ഡിവൈഡ് ബൈ 9 എന്നാവും, ബിക്കോസ് എ ഇസ് 9. അപ്പോൾ 504 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 9 സോറി 9 4s are അയ്യോ 9 4s are 36, 9 5s are 45. അപ്പോൾ 54 വരും. 9 6 are 54. അപ്പോൾ 56 ആണ് വരുന്നത്. ഈ നോക്കാം 9 പ്ലസ് ഡി ഇൻറ്റു 9 മൈനസ് ഡി ഇസ് ഈക്വൽ ടു 56 അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിനെ എനിക്ക് 9 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 9 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ 81 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 56. അപ്പോൾ ഡി സ്ക്വയർ എന്ന് വെച്ചാൽ 56 മൈനസ് 81 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 25 എന്ന് കിട്ടും. സോ ഡി ഈസ് ഈക്വൽ ടു 5. ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ മൈനസ് ഡി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, എ 9 അല്ലേ. അപ്പോൾ 9 മൈനസ് 5 ആണ് ആദ്യത്തെ ടേം, 9 ആണ് സെക്കൻഡ് ടേം, 9 പ്ലസ് 5 ആണ് തേർഡ് ടേം. അതായത് 4 9 14. ഓക്കെ ആക്ച്വലി ഇങ്ങനെ തന്നെ
ഓക്കെ. അപ്പം ഇനി വിച്ച് ടേം ഓഫ് ദി എ പി 7, 13, 19 ഈസ് ഈക്വൽ ടു ത്രൈസ് ദ ഫിഫ്ത്ത് ടേം. അപ്പോൾ നമുക്കൊരു എ പി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ടി എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി എന്നിൻ്റെ വാല്യൂ ഈസ് ഫിഫ്ത്ത് ടേം ഇൻറ്റു 5ൻ്റെ ഫിഫ്ത്ത് ടേം ഇൻറ്റു 3ൻ്റെ വാല്യൂ ആണ് ആ ടി എന്നിൻ്റെ വാല്യൂ. അപ്പോൾ ആ ടി എന്നിൻ്റെ എൻ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം T5 എന്താണെന്ന് നോക്കാം. T5 എന്ന് വെച്ചാൽ എ പ്ലസ് 4D എന്നായിരിക്കും. ഇവിടെ എ 7 ആണ്. സോ 7 പ്ലസ് 4 ഇൻറ്റു ഡി എന്താ 13 മൈനസ് 7 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 7, 8, 9, 10, 11, 12, 13, 6 ആണ് വരുന്നത്. 6 ആണ് വരുന്നത്. 7 പ്ലസ് 4 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 31 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഫിഫ്ത്ത് ടേം 31 ആണ്. അപ്പോൾ ഫിഫ്ത്ത് ടേം ഇൻറ്റു 3 ആണ് എനിക്ക് വേണ്ട ടേം അല്ലേ. അതായത് 31 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 93. അപ്പോൾ 93 ആണ് എൻ്റെ ടി എൻ. അപ്പോൾ ടി എൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് എ പ്ലസ് എ എന്താണ് 7 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 6 ഈക്വൽ ടു 93. ഇനി ഇതിൽ നിന്നും n കാണണം. ദാറ്റ് ഈസ് 7 പ്ലസ് 6n മൈനസ് 6 ഈക്വൽ ടു 93. അതായത് 6n ഈസ് ഈക്വൽ ടു 93 മൈനസ് 7 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 92 അല്ലേ. 6n ഈക്വൽ ടു 92. അപ്പോൾ 92 അല്ലേ, ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ n ഈക്വൽ ടു 15 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 2 ടേം വന്നിട്ടുണ്ട്, 4ഉം 20ഉം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള അരിത്തമെറ്റിക് മീൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻസ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ നടുവിലുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് കാണാൻ തന്നെയാണ്. അതായത് 4ൻ്റെയും 20ൻ്റെയും ഇടയിൽ 4, 20 ഇതിൻ്റെ ഇടയിലുള്ള 3 മീൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്ലൂസ് ഒന്നുമില്ല. എ ഈക്വൽ ടു 4 ആണ് കിട്ടി. ഇനി ഡി എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം അല്ലേ. അപ്പോൾ ടി എൻ അതായത് T5 ഈക്വൽ ടു 20 ആണ് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് 4D ഈക്വൽ ടു 20 എന്ന് എഴുതാം അല്ലേ. അതായത് എൻ്റെ ഫിഫ്ത്ത് ടേം 20 ആണ്. അപ്പോൾ എ പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു ഡി 20 ആണ്. അപ്പോൾ എ എന്താണ് 4 ആണ്. അപ്പോൾ 4 പ്ലസ് 4D ഈക്വൽ ടു 20. അപ്പോൾ 4D ഈക്വൽ ടു 20 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ ഡി ഈക്വൽ ടു 4 കിട്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി 4. അപ്പോൾ സെക്കൻഡ് ടേം എന്തായിരിക്കും 4 പ്ലസ് കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 4 പ്ലസ് 4 8. അടുത്ത ടേം 8 പ്ലസ് 4 12. അടുത്ത ടേം 12 പ്ലസ് 4 16. സോ 8, 12, 16 ആണ് എൻ്റെ അരിത്തമെറ്റിക് മീൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ജോമെട്രിക് പ്രോഗ്രഷൻ നോക്കാം. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രഷൻ തന്നെയാണ്, അതായത് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഒരു റേഷ്യോ കൊണ്ട് ഓരോ ടേംസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്ക് റേഷ്യോ എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ TN ഡിവൈഡ് ബൈ TN മൈനസ് 1 ചെയ്യണം. ഓക്കെ, തേർഡ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടേം അല്ലെങ്കിൽ സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം അങ്ങനെ ചെയ്താൽ എനിക്ക് 6 കിട്ടും. ഓക്കെ, ഇവിടെയും TN കാണാൻ പറയും. അതായത് nth ടേം ജോമെട്രിക് പ്രോഗ്രഷനിലെ nth ടേം, അതിനുള്ള ഫോർമുലയാണ് AR റേസ് ടു n മൈനസ് 1. ഓക്കെ, AR റേസ് ടു n മൈനസ് 1. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ, മറ്റേ ആ ഒരു ജനറൽ ടേം വെച്ചിട്ട് ചെയ്യാൻ നേരത്തെ ക്വസ്റ്റ്യൻ വന്നില്ലേ, പ്രൊഡക്റ്റ് ഓഫ് 3 ടേംസ് ഇൻ GP ഈസ് ഈക്വൽ ടു 26, സം ഓഫ് 3 ടേംസ് ഇൻ ദാറ്റ് GP ഈസ് ഈക്വൽ ടു 56. ഇങ്ങനെ തന്നിട്ട് ആ GPയിലുള്ള ടേംസിനെ കാണാൻ പറയും. അപ്പോൾ നിങ്ങൾ 3 ടേംസാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ A/R, AR ഇത് വേണം ടേംസ് ആയിട്ട് എടുക്കാൻ. 4 ടേംസ് ആണെന്നുള്ളതെങ്കിൽ ഇങ്ങനെ വേണം എടുക്കാൻ. 5 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ, പിന്നെ ജോമെട്രിക് പ്രോഗ്രഷനിലെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാണെങ്കിൽ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് A ഇൻറ്റു 1 മൈനസ് R റേസ് ടു n ബൈ 1 മൈനസ് R. അടുത്ത് R 1നേക്കാൾ വലുതാണെങ്കിലുള്ള ഫോർമുലയാണ് A ഇൻറ്റു R റേസ് ടു n മൈനസ് 1 ബൈ R മൈനസ് 1. ഓക്കെ, അതുപോലെ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഇൻ ദ GP അതിനുള്ള ഫോർമുലയാണ് A ബൈ 1 മൈനസ് R. ഓക്കെ, ഇത് കാര്യമാക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക്
nth ടേം കാണാനുള്ള ഫോർമുലയാണ് എ ആർ റേസ് ടു എൻ മൈനസ് വൺ. എ ആർ റേസ് ടു എൻ മൈനസ് വൺ. അടുത്തത് സം ഓഫ് n ടേംസ് കാണാനുള്ള ഫോർമുല എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആർ, അല്ലെങ്കിൽ എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ ഫോർ ആർ ലെസ് ദാൻ വൺ ആൻഡ് ആർ ഗ്രേറ്റർ ദാൻ വൺ. അതായത് ആർ ലെസ് ദാൻ വൺ ആണെങ്കിൽ വൺ മൈനസ് ആർ റേസ് ടു എൻ എടുക്കണം, ആർ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ആർ റേസ് ടു എൻ മൈനസ് വൺ എടുക്കണം. കാരണം നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസിൻ്റെ ഫോർമുലയാണ് എ ബൈ വൺ മൈനസ് ആർ. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ സിക്സ്ത് ടേം ഓഫ് ദ ജി പി 3, 6, 12, 24. അപ്പോൾ സിക്സ്ത് ടേം കാണാനുള്ള ടി എന്നിൻ്റെ ഫോർമുല എന്തായിരുന്നു? എ റേസ് ടു എൻ മൈനസ് ആർ, അതായത് എ റേസ് ടു എ ആർ റേസ് ടു എൻ മൈനസ് വൺ. എന്നിട്ട് നമ്മുടെ ഫോർമുല nth ടേം കാണാനുള്ള ഫോർമുലയാണ് എ ആർ റേസ് ടു എൻ മൈനസ് വൺ. സോ ഇവിടെ എ ആർ റേസ് ടു സിക്സ്ത് ടേം അല്ലേ, അതായത് 6 മൈനസ് 1, അതായത് എ ആർ റേസ് ടു 5 ആണ് നമ്മുടെ സിക്സ്ത് ടേം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 3 ആണ്, ആർ എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡ് ബൈ 3. 6 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 2 അല്ലേ. സോ 3 ഇൻറ്റു 2 റേസ് ടു 5. അപ്പോൾ 3 ഇൻറ്റു 2 റേസ് ടു 5 ഈക്വൽ ടു 96. അടുത്തത് if second term of a GP is 6 and the fifth term of GP is 48, find the first term and common ratio. അപ്പോൾ എ ആർ റേസ് ടു 6 മൈനസ് 1 അല്ല, എ ആർ റേസ് ടു 2 മൈനസ് 1 ആണ് 6, അതായത് എ ആർ ആണ് 6, അല്ല എ ആർ റേസ് ടു 5 മൈനസ് 1 ആണ് 48, അത് എ ആർ റേസ് ടു 4 ആണ് 48. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എയും ആറും കാണാൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഫിഫ്ത്ത് ടേമിനെയും സെക്കൻഡ് ടേമിനെയും ഡിവൈഡ് ചെയ്യും. എ ആർ റേസ് ടു 4 ഡിവൈഡ് ബൈ എ ആർ. അപ്പോൾ എയും എയും ക്യാൻസലാവും. ആർ റേസ് ടു 4 മൈനസ് 1 അല്ലേ, ആർ റേസ് ടു 4 മൈനസ് ആർ റേസ് ടു 1 ചെയ്താൽ എന്ത് കിട്ടും? ആർ ക്യൂബ് കിട്ടും. സോ ആർ ക്യൂബ് ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 6 അല്ലേ. സോ അത് ചെയ്തപ്പോൾ എനിക്ക് 48 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു 8 എന്ന് കിട്ടി. സോ ആർ റേസ് ടു 3 ഈക്വൽ ടു 2 റേസ് ടു 3. അപ്പോൾ ഇത് ആർ റേസ് ടു 3 ഈക്വൽ ടു 8 അല്ലേ തന്നിരിക്കുന്നത്. 8 എന്ന് വെച്ചാൽ എന്താ? 2 റേസ് ടു 3 അല്ലേ. സോ ആർ ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ ആർ ഈക്വൽ ടു 2. അപ്പോൾ ആർ ഈക്വൽ ടു 2 ആണെങ്കിൽ എനിക്ക് എ കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയിൽ ആർ ഈക്വൽ ടു 2 അപ്ലൈ ചെയ്യാം. അത് എ ഇൻറ്റു 2 ഈക്വൽ ടു 6. സോ എ ഈക്വൽ ടു 3. അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ ജി പി. എസ് എൻ കാണാനാണ്. അപ്പോൾ എസ് എൻ കാണാനുള്ള ഫോർമുല ആയിരുന്നു ഇവിടെ ആദ്യം നമ്മൾ ആറിൻ്റെ വാല്യൂ നോക്കണം. ആറ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഒരു ഫോർമുല, ലെസ് ദാൻ 1 ആണെങ്കിൽ വേറെ ഫോർമുല. അപ്പോൾ ആറ് എന്ന് പറയുന്നത് 6 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എന്ന് വെച്ചാൽ 2 ആണ്, ആർ എന്ന് വെച്ചാൽ 3 ആണ്. സോ ആർ റേസ് ടു എത്രാമത്തെ ടേം വേണ്ടേ? 5 അല്ലേ. 5 മൈനസ് 1 ബൈ ആർ എന്ന് വെച്ചാൽ 3 ആണല്ലോ. അപ്പോൾ 3 റേസ് ടു 5 മൈനസ് 1 ബൈ 3 മൈനസ് 1, ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 റേസ് ടു 5 എന്ന് വെച്ചാൽ 243 ആണ്. 243 മൈനസ് 1 ബൈ 3 മൈനസ് 1 എന്താ? 2 അല്ലേ. അപ്പോൾ ഈ 2 ഈ 2 ക്യാൻസൽ ആയി. 243 മൈനസ് 1 എന്ന് വെച്ചാൽ 242. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദി ജി പി 1, 2, 4, 8 ആർ നീഡഡ് ടു മേക്ക് എ സം ഓഫ് 255. അപ്പോൾ സമ്മ് തന്നിട്ടുണ്ട്, എന്നിട്ട് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 255 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? എ ആർ റേസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1. ഇതിൽ നമുക്ക് ആറ് നോക്ക്, ആർ എന്ന് പറയുന്നത് 2 ഡിവൈഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്. അതിൽ എ ഈക്വൽ ടു 1 ആണ്. സോ അതുകൊണ്ട് ഈ ഫോർമുല. ആറ് ലെസ് ദാൻ 1 ആയിരുന്നുണ്ടെങ്കിൽ എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ് ആർ ആയിരിക്കും കേട്ടോ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 1, ആർ എന്താ 2 അല്ലേ. 2 റേസ് ടു എൻ മൈനസ് 1 ബൈ 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 255. അപ്പോൾ 2 റേസ് ടു എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 255 ഇൻറ്റു 2 മൈനസ് 1, അതായത് 1. 255 ഇൻറ്റു 1 എന്താ? 1 എന്നല്ലേ. സോ 255 എന്നല്ലേ. സോ 255. സോ
So 2 raised to n is equal to 255 plus 1, that is 256. അപ്പോൾ 2 raised to 8 ആണ് 256. So n is equal to 8. ഓക്കെ, അപ്പോൾ ഇനി നേരത്തെ പോലെ ഇൻസെർട്ട് 3 ജോമെട്രിക് മീൻ ബിറ്റ്വീൻ 2 and 162. അപ്പോൾ ഫസ്റ്റ് ടേം 2 ആണ്, ഫിഫ്ത്ത് ടേം 162 ആണ്. അപ്പോൾ T5 is equal to 162 is equal to AR raised to 4 അല്ലേ, n minus r. അപ്പോൾ A equal to ഫസ്റ്റ് ടേം 2 ആണ്. So 2r raised to 4 is equal to 162. So r raised to 4 equal to 162 divided by 2 which is 81. അപ്പോൾ r raised to 4 equal to 81 ആണെങ്കിൽ r എന്താ 3 ആണ്, കാരണം 3 raised to 4 ആണ് 81. So r equal to 3 കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്ന് വെച്ചാൽ 2 into 3 6 ആയിരിക്കും. തേർഡ് ടേം എന്ന് വെച്ചാൽ 6 into 3 18, അല്ല ഫോർത്ത് ടേം 18 into 3 54. ഓക്കെ, അടുത്ത് ഫൈൻഡ് ദ സം ടു ഇൻഫിനിറ്റി ഓഫ് ദ ജി പി. അപ്പോൾ സം ടു ഇൻഫിനിറ്റി ഫോർമുലയാണ് a by 1 minus r. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 9 ആണ്, 1 minus r എന്ന് പറയുന്നത് 3 divided by 9 എത്രയാണ് 1 by 3. So 1 by 3. So 9 divided by 1 minus 1 by 3. 1 minus 1 by 3 എന്ന് വെച്ചാൽ 2 by 3. So 9 divided by 2 by 3 which is equal to 9 into 3 by 2, that is equal to 13.5. Okay. അടുത്ത ക്വസ്റ്റ്യൻ, the third and sixth terms of GP are 24 and 192. എന്നിട്ട് ജി പി കാണണം. അപ്പോൾ നമുക്ക് തേർഡ് ടേം അല്ലേ, അതായത് AR square equal to 24. അതുപോലെ അടുത്ത ടേം എന്താ സിക്സ്ത് ടേം, അതായത് AR raised to 5 equal to 192. എയും ക്യാൻസൽ ചെയ്തു, r raised to 2 r raised to 5 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താ വന്നത് r raised to 3 എന്ന് വന്നു, equal to 24 by 192 അല്ലേ. Okay, so r cube equal to 192 divided by 24 which is equal to 8 ആണ്. So r cube equal to 8. So r എന്താ നമുക്കറിയാം 2 raised to 3 ആണ് 8. So r equal to 2. r equal to 2 ആണെങ്കിൽ നമുക്ക് ഈ AR square equal to 24 ഉണ്ടല്ലോ, അതിൽ 2 ഇട്ട് കൊടുക്കാം. a into 2 square equal to 24, അതായത് a into 4 equal to 24, അതായത് a equal to 6. So a 6 കിട്ടി, r 2 കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് ടേം 6 എഴുതാം, ഇൻറ്റു 2 ചെയ്താൽ സെക്കൻഡ് ടേം, ഇൻറ്റു 2 തേർഡ് ടേം, ഇൻറ്റു 2 ഫോർത്ത് ടേം, ഇൻറ്റു 2 ഫിഫ്ത്ത് ടേം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജനറൽ ടേംസ് എഴുതുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, അതൊന്നും കൂടെ ഒരു സ്ലൈഡിൽ എഴുതി തന്നെന്ന് മാത്രം കേട്ടോ. അടുത്തത് ഹാർമോണിക് പ്രോഗ്രഷൻ. ഹാർമോണിക് പ്രോഗ്രഷനിൽ നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇതാ 1/2 1/4 1/6 ഇങ്ങനെയാണ് നമ്പർ തന്നിരിക്കുന്നത്. ഇതൊരു ഹാർമോണിക് പ്രോഗ്രഷനിലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റെസിപ്രോക്കൽസ് എടുക്കുക ഓരോ ടേമിൻ്റെയും. ഇതിൻ്റെ റെസിപ്രോക്കൽ 2, ഇതിൻ്റെ റെസിപ്രോക്കൽ 4, ഇതിൻ്റെ റെസിപ്രോക്കൽ 6. എന്നിട്ട് ഈ റെസിപ്രോക്കൽസ് എല്ലാം അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണോ നോക്കുക. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് അല്ലേ, 2 വെച്ച് ആഡ് ചെയ്ത് പോയിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹാർമോണിക് പ്രോഗ്രഷനാണ്. അതായത് ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ അതൊരു പ്രോഗ്രഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ ടേംസിൻ്റെ റെസിപ്രോക്കൽസ് എടുത്തു വെച്ചാൽ ഇറ്റ് വിൽ ഫോം ആൻ AP. ഓക്കെ, അപ്പോൾ ഹാർമോണിക് പ്രോഗ്രഷനിലെ nth ടേം കാണാനുള്ള ഫോർമുലയാണ് 1/a + n - 1 × d, അതായത് റെസിപ്രോക്കലിൻ്റെ a + n - 1 × d. ഓക്കെ, അതുപോലെ രണ്ട് നമ്പർ എന്നിട്ട് അതിൻ്റെ ഹാർമോണിക് പ്രോഗ്രഷൻ കാണാൻ പറഞ്ഞുള്ള ഫോർമുലയാണ് 2ab × a + b. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അത് ഈ സീക്വൻസ് HP-യിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ടേംസിൻ്റെ റെസിപ്രോക്കൽ ഇതാ. 1ൻ്റെ റെസിപ്രോക്കൽ 1, 1/2ൻ്റെ റെസിപ്രോക്കൽ 2, 1/3ൻ്റെ റെസിപ്രോക്കൽ 3, 1/4ൻ്റെ റെസിപ്രോക്കൽ 4. ഇതൊരു AP-യിലാണല്ലോ, അതുകൊണ്ട് ഇതൊരു HP-യിലാണ് കേട്ടോ. അപ്പോൾ HP-യിലാണോ എന്ന് അറിയാൻ എന്താ ചെയ്യുക, അതിൻ്റെ റെസിപ്രോക്കൽസ് AP-യിലാണോ നോക്കുക. അത് AP-യിലാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ HP-യിലാണ്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ AP കാണണം. A എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, D എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് 1/a + n - 1 × d. ഇത് 1/2
2 plus 5 minus 1 into 3 which is equal to 1/14. Okay. ഈ ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ a plus n minus 1 into d എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണും. നമ്മൾ ഇതിൽ ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നുണ്ട്, അതിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ഇപ്പോൾ 14 എന്നാണ് കിട്ടുന്നതെങ്കിൽ 1/14 എന്ന് പറഞ്ഞിട്ട് എടുക്കണം. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ റെസിപ്രോക്കലായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1/14 തന്നെ ആൻസർ. പക്ഷേ a plus 1 minus 1 into d ഇങ്ങനെ ചെയ്തിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ എഴുതുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അതിനെ റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 1/, എന്ന് പറഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് a plus n minus 1 into d എന്ന് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആൻസർ നമ്മൾ എഴുതുമ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. അങ്ങനെയാണെങ്കിൽ PYQ ചെയ്യാം. If the sum of n terms of two arithmetic series are in the ratio 7n plus 1 is to 4n plus 27, then their 11th term are in the ratio. അതായത് രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഉണ്ട്, A1 A2 A3 A4 പറഞ്ഞിട്ടൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, A1 A2 A3 A4 പറഞ്ഞിട്ടൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതിൻ്റെ സം ഓഫ് n ടേംസ്, എത്ര ടേം അറിയില്ല, വേണമെങ്കിൽ ഒരു 10 ടേം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് n ടേംസും കണ്ടു, ഇതിൻ്റെ സം ഓഫ് n ടേംസും കണ്ടു. എന്നിട്ട് അത് നമ്മളൊരു റേഷ്യോയിൽ എഴുതി. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്, 7n plus 1/4n plus 27. അപ്പോൾ രണ്ട് APകളുണ്ട്, അതിൻ്റെ റേഷ്യോ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മിൻ്റെ റേഷ്യോ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേംസിൻ്റെ റേഷ്യോ, അതായത് ഈ APൻ്റെയും ഈ APൻ്റെയും ഒരു 10ാമത്തെ അല്ലെങ്കിൽ 11ാമത്തെ ടേംസിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അതായത് രണ്ട് APകളുടെ സമ്മിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് APകളുടെ ഒരു സ്പെസിഫിക് ടേമിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മൾ SNൻ്റെ ഫോർമുല എഴുതുക, അതിൽ നിന്നും നമ്മൾ എൻ്റെ ഡിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്ലാസ് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കാണ്. ഓക്കെ, അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് എന്താ, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ സമയം കുറവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ SNൻ്റെ റേഷ്യോ തന്നിട്ട് TNൻ്റെ റേഷ്യോ ആണ് കാണാൻ പറയുന്നതെങ്കിൽ നിങ്ങളിത് ഈ ഒരു ഫോർമുല ഫോളോ ചെയ്താൽ മതി. അതായത് നമ്മുടെ തന്നിരിക്കുന്ന റേഷ്യോയിൽ Nൻ്റെ സ്ഥാനത്ത് 2p - 1 എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ SNൻ്റെ റേഷ്യോ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, 7n plus 1/4n plus 27 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേംസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ SNൻ്റെ റേഷ്യോ ആണിത്. അപ്പോൾ ടേംസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 7 n മാറ്റിയിട്ട് 2p - 1 പിന്നെ ഈ +1 എഴുതി /4 n-ൻ്റെ അവിടെ 2p - 1 plus 27. മനസ്സിലായോ? P എന്ന് പറയുന്നത് എത്രാമത്തെ ടേമിൻ്റെ റേഷ്യോ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 11th ടേമിൻ്റെ റേഷ്യോ അല്ലേ വേണ്ടേ. അപ്പോൾ 2p - 1 എന്ന് പറയുമ്പോൾ 2 × 11 - 1 that is 22 - 1 that is equal to 21. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇതാ 7 × 21 plus 1/4 × 21 plus 27. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4/3 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 7 വുമൺ ഉണ്ട്, 6 മെൻ ഉണ്ട്, 5 പേഴ്സൺസിനെ നമുക്ക് ചൂസ് ചെയ്യണം. ഇൻ സച്ച് എ വേ ദാറ്റ്, എങ്ങനെ ചൂസ് ചെയ്താലും ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 വുമൺ. അപ്പോൾ എങ്ങനെ ചൂസ് ചെയ്യാം, മൊത്തം 5 പേര്, അതിൽ അറ്റ്ലീസ്റ്റ് 3 വുമൺ, അതായത് ഒന്നില്ലെങ്കിൽ 3 വുമൺ അല്ലെങ്കിൽ 4 വുമൺ, അല്ലെങ്കിൽ 5 വുമൺ അല്ലേ. അപ്പോൾ 3 വുമൺ എന്ന് വെച്ചാൽ എങ്ങനെയാണ്, 7C3, 7 വുമൺസിൽ നിന്നും 3 വുമൺ, പിന്നെ ബാക്കി 6 മെന്നിൽ നിന്നും 2 മാൻ അല്ലേ. മൊത്തം 5 അല്ലേ വേണ്ടേ. സോ 3 വുമണും 2 മാനും 5 ആൾക്കാരായില്ലേ. അടുത്തത് 4 വുമണിനെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 7C4, 7 വുമണിൽ നിന്നും 4 വുമണിനെ ചൂസ് ചെയ്യുന്നു, ബാക്കി 6 മാനിൽ നിന്നും 1 മാനിനെ ചൂസ് ചെയ്യുന്നു. സോ അഗെയിൻ 5 പേരായി. അടുത്തത് 7C5, 7 വുമണിൽ നിന്നും 5 വുമണിനെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ആ 6 മെന്നിൽ നിന്നും നമുക്ക് 6നെയും ചൂസ് ചെയ്യണ്ട അല്ലേ. സോ 6C0. സോ ഇങ്ങനെയൊക്കെയാണ് ചൂസ് ചെയ്യാൻ പറ്റുക. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം. സോ ഓർ ഓപ്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൻസർ ആദ്യം കാണുക, എന്നിട്ട് പ്ലസ് ഇത്
പ്ലസ് ഇത് അല്ലേ. ഞാൻ പറഞ്ഞിരുന്നു ഓർ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്യണം, ആൻഡ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതിൻ്റെ അർത്ഥം 7C3 എന്നാണ്. 7C3നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ആദ്യത്തേത് 525 വരും, രണ്ടാമത്തെ 210 വരും, മൂന്നാമത്തെ 21 വരും. അപ്പോൾ എല്ലാം കൂടെ ഇത് ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതി പറഞ്ഞാൽ 525 പ്ലസ് 210 പ്ലസ് 21 വിച്ച് ഈസ് ഈക്വൽ ടു 756. ഓക്കെ, അടുത്തത് 9P5 പ്ലസ് 5 ഇൻറ്റു 9P4 ഈക്വൽ ടു 10PR എന്ന് പറഞ്ഞിട്ട് ആറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും മറ്റേതുപോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആൻസറാണ്. അപ്പോൾ അഗെയിൻ കോമ്പറ്റേറ്റീവ് എക്സാമിന് ലെങ്തിയർ ഓപ്ഷൻ നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യരുത്. സോ ഷോർട്ട് കട്ട്സ് നോക്കുക. ഇതൊരു ഫോർമുലയാണ്. ഇത് NPR പ്ലസ് R ഇൻറ്റു NPR മൈനസ് 1 ഈക്വൽ ടു N പ്ലസ് 1PR. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 9P5 N എന്ന് വെച്ചാൽ 9 ആണ്, R എന്ന് വെച്ചാൽ 5 ആണ്. സി, അപ്പോൾ 9P5 ആണ് ഇവിടെ NPR. പിന്നെ എന്താ തന്നിരിക്കുന്നത്, 5 ഇൻറ്റു 9P4 അല്ലേ, അതായത് R ഇൻറ്റു 9P4, അതായത് R മൈനസ് 1, 5 മൈനസ് 1 അതാണ് 4. അപ്പോൾ അത് എന്ത് തരുന്ന പറയുന്നത്, 10PR, അതായത് N പ്ലസ് 1, N 9 അല്ലേ, അതായത് 9 പ്ലസ് 1 PR. അപ്പോൾ R എന്താവണം, 5 ആവണം. സോ ആൻസർ 5 ആണ്. ഓക്കെ, ആക്ച്വലി ഇതുപോലെ കുറേ ഫോർമുലാസ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ നിംസെറ്റിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ എല്ലാം പഠിച്ചു പോകുന്നതൊന്നും പ്രാക്ടിക്കലായിരിക്കില്ല. അപ്പോൾ മാക്സിമം ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ, കുസാറ്റ്, നിംസെറ്റ്, അങ്ങനെ എല്ലാത്തിൽ നിന്നും ഇതുപോലെ ഐഡൻറ്റിറ്റീസ് മാത്രം പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കുക. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. എന്ന് വെച്ചാൽ അതിന് വേണ്ടി സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യരുത്, പറ്റുന്ന പോലെ. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ നമ്മുടെ 3 ടോപ്പിക്കിലും വരാത്ത ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് അരിത്തമെറ്റിക് മീൻ നമ്മുടെ സ്റ്റാറ്റി വിഭാഗത്തിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 15 പ്ലസ് 18 പ്ലസ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദിസ് 5 ടേംസ് 15, 18, 10, 22 ആൻഡ് x ഈക്വൽ ടു 20 തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് നമ്മൾ കാണാം, 5 ടേംസ് ഉണ്ടെങ്കിൽ ആ 5 ടേംസിനെ സം ചെയ്ത് ഡിവൈഡ് ബൈ 5 ചെയ്യണം അല്ലേ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഓഫ് 15 പ്ലസ് 18 പ്ലസ് 10 പ്ലസ് 22 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 5, ഇതാണ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദിസ് 5 നമ്പർ. അപ്പോൾ ഇത് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്, 20 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 15 പ്ലസ് 18 പ്ലസ് 20 പ്ലസ് 10 എന്ന് വെച്ചാൽ 65 ആണ്. സോ 65 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 20. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എക്സ് കാണാം, സാധാ എന്താണ് സോൾവിങ് പോലെ. അപ്പോൾ 5 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 5 ഇൻറ്റു 20 ആവും, വിച്ച് ഇസ് 100. സോ 65 പ്ലസ് എക്സ് ഈക്വൽ ടു 100. സോ എക്സ് ഈക്വൽ ടു 100 മൈനസ് 65 വിച്ച് ഇസ് ഈക്വൽ ടു 35. ഓക്കെ, സിമ്പിൾ ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് 6th and 11th term of a harmonic progression are 1/11 and 1/19 respectively. Then its second term. See, അപ്പോൾ 6th term എന്ന് പറയുന്നത് 1/11 ആണ് കിട്ടിയില്ലേ. അതായത് a പ്ലസ് 5d ഈക്വൽ ടു 1/11. എങ്ങനെയാണ് TN ഇൻ ഹാർമോണിക് പ്രോഗ്രഷൻ എങ്ങനെയാണ് 1/a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ എന്താ, 6 അല്ലേ n. സോ 1/a പ്ലസ് 5d ഈക്വൽ ടു 1/11. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ ഭാഗം മാത്രം എഴുതിയെടുത്തു, അതായത് a പ്ലസ് 5d ഈക്വൽ ടു 11. അതുപോലെ 11th ടേം എന്താ, a പ്ലസ് 1/a പ്ലസ് 10d എന്നാണ് 11th ടേമിന് എഴുതുക. അപ്പോൾ 11th ടേം ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്, 1/19 എന്നല്ലേ. അപ്പോൾ 1/a പ്ലസ് 10d ഈക്വൽ ടു 1/19. പിന്നെ താഴത്തെ ഭാഗം മാത്രം എടുക്കുന്നു, a പ്ലസ് 10d ഈക്വൽ ടു 19. താഴത്തെ ഭാഗം എടുത്തു എന്നല്ല, റെസിപ്രോക്കലായിട്ട് അതിനെ എഴുതിയിരുന്നു. ഓക്കെ, ദിസ് ഇസ് 11/1, ദിസ് ഇസ് 19/1. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ 5th ടേം ഈക്വൽ ടു 2/5 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും, a പ്ലസ് 4d ഈക്വൽ ടു 5/2 എന്ന് എഴുതും. ഓക്കെ, അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്താ കാണണ്ടേ, 6th സെക്കൻഡ് ടേം അല്ലേ കാണണ്ടേ. അപ്പോൾ ജസ്റ്റ് എയും ഡിയും എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഇനിയിപ്പോൾ നമുക്ക് a പ്ലസ് 5d ഈക്വൽ ടു 11ഉം a പ്ലസ് 10d ഈക്വൽ ടു 19ഉം കിട്ടി. ഇനി ജസ്റ്റ് ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എയും ഡിയും കിട്ടും അല്ലേ. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, രണ്ടിനെയും സബ്ട്രാക്ട് ചെയ്തു. സോ എയും ക്യാൻസലായി. അടുത്തത് 10d മൈനസ് 5d ഈക്വൽ ടു 5d.
അതുപോലെ 19 - 11 = 8. സോ D = 8/5 കിട്ടി. ഇനി ഈ 8/5 എന്ന് കിട്ടിയത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A + 5D = 11. അപ്പോൾ D മാറ്റിയിട്ട് ഞാൻ 8/5 എഴുതി. സോ A + 5 × 8/5 = 11. 5ഉം ക്യാൻസൽ ചെയ്തപ്പോൾ A + 8 = 11 എന്ന് കിട്ടി, വിച്ച് മീൻസ് A = 3. സോ A കിട്ടി, 3യും കിട്ടി, Dയും കിട്ടി, Aയും കിട്ടി. ഇനി നമുക്ക് എത്രാമത്തെ ടേം? സെക്കൻഡ് ടേം അല്ലേ കാണണ്ടേ? അപ്പോൾ സെക്കൻഡ് ടേം കാണാണ് സാധാ AP കാണുന്ന പോലെ A + 2 - 1 × D, അതായത് A + D = പണ്ട് കാണാം A = 3 ആണ്, + D = 8/5 ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 22/5 കിട്ടും. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. APൻ്റെ ഫോമിലാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ, റെസിപ്രോക്കൽ ഫോമിലല്ല കണ്ടത്. അപ്പോൾ നിങ്ങൾ 1/A + D പണ്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5/23 കിട്ടിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷേ നമ്മൾ APൻ്റെ ഫോമില കണ്ടത്, അപ്പോഴും കുഴപ്പമില്ല. ഫൈനൽ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ 5/23 എന്ന് പറഞ്ഞിട്ട് എഴുതണം, അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് കോഎഫിഷ്യൻറ്റ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 1 + x⁻10. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താ? എക്സ് എന്നൊക്കെ പറയുന്നത് വേരിയബിൾസാണ്. അപ്പോൾ വേരിയബിൾസ് അല്ലാണ്ട് വരുന്ന വാല്യൂസിനെയാണ് കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല ഉള്ളത്, നമ്മൾ തിങ്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക 1 + x⁻10 ഏറ്റവും വലിയ വരുന്ന കോഎഫിഷ്യൻ്റ് ഏതായിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 1 + x⁻n, A + b⁻n എക്സ്പാൻഷൻ ഏതാ? A + b⁻n എക്സ്പാൻഷൻ എങ്ങനെ വരാം? സമ്മേഷൻ ഓഫ് NCR A⁻n - r × b⁻r ഇങ്ങനെയല്ലേ വരിക. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 1 + x എന്നാണല്ലേ, ഇവിടെ 1 ആണ്, ഇവിടെ x ആണ്. ഇത് 1 ആണ്, ഇത് x ആണ്. സോ എൻ്റെ ടേം എന്താ? 1. സോ 1ൻ്റെ പവർ എന്തായാലും 1 അല്ലേ. സോ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് NCR ബീൻ്റെ സ്ഥാനത്ത് x ആണ്, x⁻r എന്ന് വരും. അതാട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം 10CR എന്നാണ്. n 10 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 10CR എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10CK × x⁻k, ഇതാണ് നമ്മുടെ ഈ 1 + x⁻10 എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ഏറ്റവും ലാർജസ്റ്റ് കോഎഫിഷ്യൻ്റാണ് നോക്കണ്ടേ അല്ലേ. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഒരു ടേം എന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ എക്സിൻ്റെ ടേമാണ്, വേരിയബിളിൻ്റെ ടേമാണ്. സോ ഇത് നോക്കണ്ട. കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിൾ വരില്ല. അപ്പം ജസ്റ്റ് ഈ 10CK ഇത് മാത്രമാണ് നമ്മുടെ കോഎഫിഷ്യൻ പാർട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക 10CK എപ്പോഴാണ് ഏറ്റവും വലിയ വാല്യൂ വരുന്നതെന്ന്. അപ്പോൾ അതായത് ഞാൻ നമ്മുടെ ബൈനോമിയൽ തിയറം പഠിപ്പിച്ചപ്പോൾ പഠിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ പാസ്കൽസ് ട്രയാങ്കിൾ. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ NCRൻ്റെ വാല്യൂസ് ആണ് അല്ലേ. ഈ NCRൻ്റെ വാല്യൂസിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എപ്പോഴാണ് വരുന്നത്? നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. നടുവിലായിട്ടാണ് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂസ് വരുന്നത് അല്ലേ. നമുക്ക് ഇപ്പോൾ 8 ആണ് പവറെങ്കിൽ ഏറ്റവും അടുത്ത വാല്യൂ ഏറ്റവും മിഡിൽ മോസ്റ്റ് വാല്യൂ അല്ല. കണ്ടോ, മിഡിൽ മോസ്റ്റ് വാല്യൂ 70. അതുപോലെ 7 ആണ് പവർ എന്നുണ്ടെങ്കിൽ ഏറ്റവും മിഡിൽ മോസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസാണ്, അതാണ് ഏറ്റവും വലിയ വാല്യൂസ്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? NCRൻ്റെ ഏറ്റവും വലിയ വാല്യൂസ് എവിടെയാണ് വരുന്നത് വെച്ചാൽ അതിൻ്റെ നടുവിലാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? n/2 ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ വരുന്ന NCR ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വാല്യൂ. സോ അതായത് n/2ൻ്റെ താഴെയുള്ള, അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2.5 എന്ന് എഴുതിയിട്ടുണ്ട് വെച്ചോ. 2.5 ഇങ്ങനെ വരച്ചു വെച്ചാൽ ഇതിൻ്റെ അർത്ഥം 2 എന്നാണ്. 2.5 ഇങ്ങനെ വരച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 3 എന്നാണ്. ഓക്കെ, ദിസ് ഇസ് ലോവർ ബൗണ്ട്, ദിസ് ഇസ് അപ്പർ ബൗണ്ട്. ഓക്കെ, അപ്പോൾ NCRൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ n/2ലാണ് കിടക്കുന്നത്. ഐദർ ഇറ്റ് വിൽ ബി ഇൻ n/2 അല്ലെങ്കിൽ n/2ൻ്റെ ലോവർ ബൗണ്ട് അല്ലെങ്കിൽ n/2ൻ്റെ അപ്പർ ബൗണ്ട്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ 10 അല്ലേ n, സോ 5ലായിരിക്കും, അതായത് 5th ടേം ആയിരിക്കും ഏറ്റവും വലിയ ടേം, അതായത് 10C5 which is 10 factorial by 5 factorial into 5 factorial. ഓക്കെ, 10 factorial by 5 factorial സ്ക്വയർ എന്ന് കൊടുത്തിട്ടില്ലേ ഇത്. ഓക്കെ, ഇൻ ഹൗ മെനി വേസ് 4 boys and 3 girls can be seated in a row so that they sit alternatively. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തം എത്ര 4
3 7 പേരുണ്ട്. സോ മൊത്തം 7 സീറ്റുകളിലായിട്ട് നമ്മൾ ഈ ബോയ്സിനെയും ഗേൾസിനെയും ഇരുത്തണം. പക്ഷെ അവർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും കൂടുതൽ വലിയ വാല്യൂ എന്താണോ അത് വേണം ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, എന്നിട്ട് വേണം ചെറിയ വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബോയിനെ ഇവിടെ, ഒരു ബോയിനെ ഇവിടെ നിർത്തി. ഇനി ബാക്കി 3 ഗേൾസ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അല്ലേ. ഇപ്പോൾ ഇവർ ഓൾട്ടർനേറ്റീവ് ആയില്ലേ, ഇടയിൽ ഗ്യാപ്പൊന്നും വന്നില്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടിരുന്നു. സോ ബോയ്സിനെ എനിക്ക് ഈ 4 സീറ്റിൽ ഏതെങ്കിലും 4 സീറ്റിൽ ഇരുത്താം. 4 സീറ്റിൽ ഏതെങ്കിലും 4 സീറ്റിൽ. അതുപോലെ ഗേൾസിനെ എനിക്ക് ഈ 3 സീറ്റിൽ ഏതെങ്കിലും 3 ഗേൾസിനെ ഇരുത്താം. ഓക്കെ, വിച്ച് മീൻസ് 4p4 n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 4p4 എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ, 3p3 എന്ന് പറയുമ്പോൾ 3 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 24 ആണ്, 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 6 ആണ്. സോ 24 × 6 = 144 ways. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി ടേംസ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 40, 35, 30 ബി ടേക്കൺ സോ ദാറ്റ് ദ സം ഈസ് 0. അപ്പോൾ നമ്മുടെ SN സം ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. അപ്പോൾ n കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ A എന്ന് പറയുന്നത് 40 ആണ്, D എന്ന് പറയുന്നത് -5 ആണ് അല്ലേ. 35 - 40 എന്ന് പറയുമ്പോൾ -5 ആണ്. സോ ഈ ഡയറക്റ്റായിട്ട് ഈ ഫോർമുല കൊടുക്കുക, n/2 × 2a, അതായത് 2 × 40 എത്രയാണ് 80, 80 - n - 1 × d, n - 1 × -5, this is equal to 0. അപ്പോൾ ഞാൻ ഈ 2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 0 ആവും അല്ലേ. അതുപോലെ n-നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ n-ഉം 0 ആവും. സോ ബാക്കി എന്താ ഉള്ളത്, a + n - 1 × d -5n + 5 ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ 80 = 80 + 5 എത്ര, 85. 85 - 5n = 0. So 5n = 85. So n = 85 / 5 which is equal to 17. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ തീർന്നു, നമ്മുടെ ആൽജിബ്ര മൊത്തം തീർന്നിരിക്കുകയാണ്. ഇനി ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് എന്തായാലും ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ പോർഷൻസ് എല്ലാം തീർത്തിട്ട് ഇനി ഞാൻ എന്തെങ്കിലും ഇടാണ്ടെങ്കിൽ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളുടെ നോളജിന് വേണ്ടി പറഞ്ഞതാണ്. സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് 1/2n × n+1 ആണ് അതിൻ്റെ ഫോർമുല. അതായത് എനിക്ക് 1 + 2 + 3 + etc 10 വരെയുള്ള സമ്മ് കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫോർമുലയാണ് n × n+1/2, അതായത് 10 × 11/2, അതായത് 55 എന്നായിരിക്കും. ഓക്കെ, അതുപോലെ സ്ക്വയർ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഫോർമുലയാണ് n + n × n+1 × 2n+1 / 6. അതുപോലെ ക്യൂബ് നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഫോർമുലയാണ് n × n+1/2 the whole square. ഓക്കെ, സോ നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ.